നമസ്കാരം, അസ്സാം വലൈക്കും. ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഡിറ്റോക്സ് ഡയറ്റിനെ കുറിച്ചാണ്. നമ്മൾ എല്ലാ സമയവും ഫുഡ് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ഇങ്ങനെ ഭക്ഷണം ഒരു ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ, ഒരു റുട്ടീനായിട്ട്. ഇതിൽ നിന്നൊക്കെ എപ്പോഴെങ്കിലും ഒരു മോചനം വേണ്ടേ? അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കൽ ഡിറ്റോക്സ് ഡയറ്റ് എടുക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. പ്രത്യേകിച്ചും വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുള്ളാണ് ഈ ഡിറ്റോക്സ് ഡയറ്റ്. ഡിറ്റോക്സ് ഡയറ്റ് എന്ന് പറയുന്നത് 500 കിലോ കാലറി മാത്രമായിരിക്കണം ആ ഡയറ്റ്. അതിൽ കൂടുതലാകാൻ പാടില്ല. 500 ടു മാക്സിമം 600 കാലറി, അതിൽ കൂടുതൽ ഒരിക്കലും ആകാൻ പാടില്ല ആ ദിവസത്തെ ഡയറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് ഡിറ്റോക്സ് ഡയറ്റിൽ നമ്മൾ കഴിക്കേണ്ടതെന്ന് ഞാൻ വിശദമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണാം. ആഴ്ചയിൽ ഒരിക്കൽ ഡിറ്റോക്സ് ഡയറ്റ് എല്ലാവരും തന്നെ എടുത്തിരിക്കണം. അത് നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മുടെ ബോഡിയെ ഒന്ന് ക്ലെൻസ് ചെയ്യാനും അതുപോലെ പലവിധ അസുഖങ്ങളിൽ നിന്ന് തടയുന്നതിനും ഒക്കെ ഡിറ്റോക്സ് ഡയറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കാലറി അടങ്ങിയ ഭക്ഷണമാണ് ഓരോ ദിവസവും നമ്മൾ കഴിച്ചു കൂട്ടുന്നത്. അതിൽ നിന്നൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും നമ്മൾ ഡിറ്റോക്സ് ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് വളരെയധികം നല്ലതായിരിക്കും. പ്രത്യേകിച്ച് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, വെയിറ്റ് നോർമൽ വെയിറ്റ് ഉള്ളവർക്ക്. ഇപ്പോൾ ഡിറ്റോക്സ് ഡയറ്റ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുടെയും വിചാരം നോർമൽ ആയിട്ടുള്ളവർ ഞങ്ങൾ എന്തിനാണ് ഇതൊക്കെ നോക്കുന്നതെന്ന്. പക്ഷെ അങ്ങനെയല്ല. നോർമൽ വെയിറ്റ് ഉള്ളവർക്ക് ഏറ്റവും ഹെൽപ്ഫുള്ളാണ് ഈ ഡിറ്റോക്സ് ഡയറ്റ്. വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും പലവിധ അസുഖങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനും ഒക്കെ ഡിറ്റോക്സ് ഡയറ്റ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. എല്ലാ വിവരങ്ങളും അറിയുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ ലാസ്റ്റ് വരെ കാണുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിറ്റോക്സ് ഡയറ്റിൽ 500 കാലറി ഉള്ള ഡയറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് വെജിറ്റബിളും ഫ്രൂട്ട്സും മാത്രമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാടുള്ളൂ. വേറെ ഓട്സ്, റാഗി, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ അടങ്ങിയ ആഹാര സാധനങ്ങൾ, റൈസ്, വീറ്റ്, ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. അതുപോലെ ഉരുളക്കിഴങ്ങ്, കൊള്ളി, ചേന, ചേമ്പ് ഇങ്ങനെയുള്ള ആഹാര സാധനങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. ഇതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമുക്ക് ധാരാളമായിട്ട് ഡിറ്റോക്സ് ഡയറ്റ് കഴിക്കാവുന്നതാണ്. ഇതിനു മുൻപ് ഞാൻ ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്കിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ആ വാട്ടറാണ് ഇടയ്ക്ക് കുടിക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സാധാരണ ഒരു 8:30-9 മണിയൊക്കെ ആകുമ്പോൾ മിക്കവരും കഴിക്കുമല്ലോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ജസ്റ്റ് ഒരു ആപ്പിള് മാത്രമേ പാടുള്ളൂ. ആപ്പിള് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ പിയർ ഫ്രൂട്ട് നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റിന്. അല്ലെങ്കിൽ അതൊന്നും ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഓറഞ്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, മുസമ്പി യൂസ് ചെയ്യാം, വാട്ടർമെലൺ യൂസ് ചെയ്യാം. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഫ്രൂട്ട് മാത്രമാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ എഗ്ഗ് കഴിക്കാമോ എന്നൊക്കെ ഡൗട്ട്സ് ചോദിക്കും. എഗ്ഗൊന്നും പാടില്ല, ഫ്രൂട്ട്സ് മാത്രം. ഏതെങ്കിലും ഒരു ഫ്രൂട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാ ഫ്രൂട്ട്സും കൂടെ മിക്സ് ചെയ്തൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും ഒരു ഫ്രൂട്ട് മാത്രം രാവിലെ ഉപയോഗിക്കാം. അതിനുശേഷം ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട്, ബ്രേക്ക്ഫാസ്റ്റ് പലരും പല സമയത്തായിരിക്കുമല്ലോ കഴിക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് 2 മണിക്കൂറിന് ശേഷം നമ്മൾ കഴിക്കേണ്ട ആഹാരമാണ് ഒരു സ്മൂത്തിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 4 ക്യാരറ്റ് എടുക്കുക, ഒരു ഹാഫ് ബീട്രൂട്ട് എടുക്കുക, അതുപോലെ തന്നെ ഒരു ആപ്പിളോ അല്ലെങ്കിൽ പിയർ ഫ്രൂട്ടോ അല്ലെങ്കിൽ പേരയ്ക്ക. ഇതിൽ 3-ലേതെങ്കിലും ഫ്രൂട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം കട്ടിയുള്ള ഫ്രൂട്ട്സ് ആയിരിക്കണം ആ സമയത്ത് യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തിട്ട് വേണം വെള്ളം ഒഴിച്ചിട്ട്, തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ സ്മൂത്തി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ സ്പൈസസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ചെറുതായിട്ടൊന്ന് കുരുമുളക് പൊടിയോ ഉപ്പ് ഉപയോഗിക്കണമെങ്കിൽ ജസ്റ്റ് ഒരു പിഞ്ച് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, അധികം പാടില്ല. മധുരമൊന്നും തീരെ ഉപയോഗിക്കരുത് കേട്ടോ ആ സമയത്തൊന്നും. അപ്പോൾ നമ്മുടെ സ്മൂത്തി കഴിഞ്ഞു. പിന്നെ അതിനുശേഷം ഒരു മിഡ് മോർണിംഗ് ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ പറഞ്ഞ പോലെ ആ വെയിറ്റ് ലോസ് ഡ്രിങ്ക് യൂസ് ചെയ്യാം. ലൈമ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ആ വെള്ളം മാത്രം, വെയിറ്റ് ലോസ് ഡ്രിങ്ക് മാത്രം ഉപയോഗിക്കാവുന്നതാണ്. ഉച്ചയ്ക്ക് നമ്മുടെ ലഞ്ച് ടൈമിൽ സാലഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. സാലഡ് എന്ന് വെച്ചാൽ സ്റ്റീം ചെയ്തും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഫുള്ള് വെജിറ്റബിളും ഫ്രൂട്ട്സും മാത്രമല്ല ഈ ഡയറ്റിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അസിഡിറ്റി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വെജിറ്റബിൾസ് ഒക്കെ കൂടെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക. സ്റ്റീം ചെയ്യുക എന്ന് വെച്ചാൽ ഒന്ന് ആവി കയറ്റി എടുക്കുക. എന്നിട്ട്
അത് കഴിക്കാവുന്നതാണ്. അതിൽ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. പനീർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ വെള്ളക്കടല പുഴുങ്ങിയത് ഉപയോഗിക്കാവുന്നതാണ്. ഇതൊക്കെ പ്രോട്ടീൻ കിട്ടുന്നതിന് സഹായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും പയറുവർഗ്ഗം ഉപയോഗിക്കുന്നത് നല്ലതാണ്. ചെറുപയർ മുളപ്പിച്ചിട്ട് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതും വളരെ നല്ലതാണ്. സ്പ്രൗട്ടഡ് പൾസസ് ഒക്കെ ഇതിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വെജിറ്റബിൾ മസ്റ്റ് ആട്ടോ. വെജിറ്റബിൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും ഉപയോഗിക്കാം. ക്യാരറ്റ് ഉപയോഗിക്കാം, അതുപോലെ ബീട്രൂട്ട് യൂസ് ചെയ്യാം, ക്യാബേജ് യൂസ് ചെയ്യാം, കുക്കുംബർ യൂസ് ചെയ്യാം, പംകിൻ യൂസ് ചെയ്യാം. എന്ത് വെജിറ്റബിൾ ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വെജിറ്റബിളും ഈ സാലഡിൽ ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം ടീ ടൈമിൽ നേരത്തെ പറഞ്ഞ പോലെ വെയിറ്റ് ലോസ് ഡ്രിങ്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ചെറുതായിട്ട് ജീരകം നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ആ ജിഞ്ചർ ടീ ടൈമിൽ യൂസ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വിശക്കും. ഒരു 6 മണി സമയത്തൊക്കെ വല്ലാത്ത വിശപ്പായിരിക്കും. അപ്പോൾ ആ ടൈമിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട്, മാംഗോ സീസൺ ആകുമ്പോൾ മാംഗോ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഓറഞ്ച് യൂസ് ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ ആപ്പിൾ യൂസ് ചെയ്യാം. എന്ത് ഫ്രൂട്ടെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട് വേണമെങ്കിലും 6 മണി സമയത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി വരുന്നത് ഡിന്നറാണ്. ഡിന്നറിലൊരു സൂപ്പാണ് ഞാൻ പറയുന്നത്. ആ സൂപ്പ് യൂസ് ചെയ്യാം. സൂപ്പ് ഉപയോഗിക്കേണ്ട ടൈം എപ്പോഴും 7-7:30 സമയത്ത് കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് പറയാം. ക്യാരറ്റ്, ടൊമാറ്റോ, പംകിൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ക്വാണ്ടിറ്റി എടുക്കാം, അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക. സ്റ്റീം ചെയ്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് അത് കുടിക്കാവുന്നതാണ്. ഇതിൽ നിന്നൊക്കെ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതാണ് ഡിറ്റോക്സ് ഡയറ്റ്. മനസ്സിലായോ എല്ലാവർക്കും? അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ ഒരു ഡേ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ഡിറ്റോക്സിഫിക്കേഷൻ ബോഡിയിലുണ്ടാവും. പിന്നെ നിങ്ങൾ ചെയ്യുന്ന കോമൺ ഒരു മിസ്റ്റേക്ക് ഞാൻ പറയാം. ഇപ്പോൾ ഇന്ന് ഞാൻ ഡിറ്റോക്സ് ഡയറ്റ് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ തലേന്നേ നിങ്ങൾ ഫുഡ് നന്നായിട്ട് കഴിക്കാൻ തുടങ്ങും. നാളെ ഡിറ്റോക്സ് ഡയറ്റ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇന്ന് നന്നായിട്ട് കഴിക്കാമെന്ന് വിചാരിക്കും. അതുപോലെ തന്നെ ഡിറ്റോക്സ് ഡയറ്റ് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസവും നന്നായിട്ട് ഫുഡ് കഴിക്കും. ഇന്നലെ ഡിറ്റോക്സ് ഡയറ്റ് അല്ലായിരുന്നു, അപ്പോൾ ഇന്ന് ഫുഡ് കഴിക്കാം. അതൊരു കോമൺ മിസ്റ്റേക്കാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഡിറ്റോക്സ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കാനുള്ള ഒരു ഡയറ്റൊന്നുമല്ല. നമ്മുടെ ബോഡി ഒന്ന് ഡിറ്റോക്സിഫിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വീക്ക്ലി വൺസ് എടുക്കുന്ന ഒരു ഡയറ്റാണ് ഡിറ്റോക്സ് ഡയറ്റ്. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ എങ്ങനെയാണ് ഫുഡ് കഴിച്ചിരുന്നത്, വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ നമ്മുടെ വെയിറ്റ് കുറയുള്ളൂ, അല്ലെങ്കിൽ ഇരട്ടിയായിട്ട് കൂടുകയുള്ളൂ. വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഡിറ്റോക്സ് ഡയറ്റ് നിങ്ങൾ എല്ലാവരും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ജനറലായിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഡയറ്റ് പ്ലാനുകൾ എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക ചാനൽ. ഇനി അതുകൂടാതെ ആർക്കെങ്കിലും പേഴ്സണലൈസ്ഡ് കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ tinasudhir@gmail.com എന്ന മെയിൽ ഐഡിയിലോട്ട് എനിക്ക് മെയിൽ അയയ്ക്കുക. ഞാൻ ഡീറ്റെയിൽസ് നൽകുന്നതായിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യണം. ഒരുപാട് പേര് പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.